السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയ സഹോദരങ്ങളെ, ബൈറക്സിന്റെ ചില പ്രശ്നങ്ങളാണ്. നമ്മുടെ റൂമിൽ ഇപ്പോൾ ആർക്കും അഡ്മിനായിട്ട് കയറാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർ ഇത് കുറച്ച് സമയമായിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ എന്താണ് കാരണം എന്ന് മനസ്സിലാവുന്നില്ല. ഏതായിരുന്നാലും റൂമില് ഇപ്പോ അഡ്മിനായിട്ട് നമ്മുടെ ഹനീഫിന്റെ ID മാത്രമാണ് അഡ്മിനായിട്ടുള്ളത്. അപ്പോ റൂമിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മറ്റാർക്കും സാധിക്കൂല. ഡോട്ടിടാനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അപ്പൊ ആ കാര്യം ഹനീഫ്ക ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ്. രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അഡ്മിൻസ് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അഡ്മിനായിട്ട് കയറി വരും. സുധീർ ഒന്ന് ആദ്യം ഒന്ന് ട്രൈ ചെയ്യാം. ഒന്ന് പോയിട്ട് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അഡ്മിനായിട്ട് കയറാൻ പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ല, ഓക്കെ. ഒരു സെക്കൻഡ്. റൂമിലില്ല. നമ്മളതൊന്ന് മൈക്കില് ഒന്ന് പറയാം. ഞാന് സ്പീക്കറിലിടാം. അല്ല, അതില്ല. ഈ പാസ്വേഡിനായിട്ട് കാര്യമില്ല. പാസ്വേഡിനും കയറാൻ പറ്റുന്നില്ല. ഓക്കെ, അതൊന്നും പറഞ്ഞേക്ക്. ശരി, ഒന്ന് ഉറക്കെ പറഞ്ഞാൽ മതി. ഏതായിരുന്നാലും ഇന്നത്തെ ക്ലാസ് ഇതുകൊണ്ട് എത്രത്തോളം നമുക്ക് നടത്താൻ സാധിക്കും എന്നറിയില്ല. കാരണം ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ അവസാനമായിട്ട് ഓതി വെച്ചത് ഇന്നലെയും ക്ലാസ് നടത്താൻ സാധിച്ചിട്ടില്ല, വൈറസ് പ്രോബ്ലം കാരണം. أعوذ بالله من الشيطان الرجيم. ولله المشرق والمغرب فأينما تولوا فثم وجه الله إن الله واسع عليم.
ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫഅയ്നമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ് ഇന്നല്ലാഹ വാസിഉൻ അലീം. അള്ളാഹുവിൻ്റെതാണ് ഉദയസ്ഥാനവും അസ്തമന സ്ഥാനവും. ആകയാൽ നിങ്ങൾ എവിടേക്ക് തന്നെ തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ടായിരിക്കും. നിശ്ചയമായും അള്ളാഹു വിശാലനാണ്, സർവജ്ഞനാണ്. നമ്മൾ മശ്രിഖ്, മഗ്രിബ് തുടങ്ങിയ പദങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. ഫഅയ്നമാ തുവല്ലു ഫഅയ്നമാ ഐനമ എന്നത് അതിനാൽ എവിടേക്ക് എന്നാണ് ഒരർത്ഥം. ഫഅയ്നമ, ഫഅയ്നമ. ഐനമ ഉപയോഗിക്കുന്നത് ഫ ഇവിടെ ആതിഫിന്റെ അക്ഷരമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഐനമ എന്ന് പറയുമ്പോൾ അതൊരു ഇസ്മാണ്, ഷർത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന. ഒരു സ്ഥലത്തിലെ ഇസ്മായിട്ട് ആണ് അത് ഉപയോഗിക്കുക. ഇസ്മു ഷർത്താണ്, അത് ജാസിം ആണ്. എനിക്ക് ടെക്സ്റ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം ടെക്സ്റ്റ് ഡോട്ട് ഉള്ളത് കൊണ്ട് ടെക്സ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കല്ല. ഐനമാ എന്നത് ഇസ്മു ഷർത്ത് ജാസിമാണ്. ഐനമാ എന്നതിന് ശേഷം വരുന്ന ഫിഅല് മജ്സൂമായിരിക്കും. ഐനമ എന്നത് ഇസ്മു ഷർത്ത് ജാസിമാണ്. അത് മബ്നിയിൽ സുക്കൂനിൽ മബ്നിയാണ്. നസ്ബിന്റെ സ്ഥാനത്താണ് യഥാർത്ഥത്തിൽ അതുള്ളത്. കാരണം അത് വർഫ് മക്കാനായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. വർഫ് മക്കാന്റെ സ്ഥാനത്തായിട്ടാണ് അത് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോ ഐനമ അതിനുശേഷം വരുന്നത് ഐനമ തുവല്ലു. ഐനമ തുവല്ലു. തുവല്ലു എന്നത് തുവല്ലൂന എന്നതാണ്. തുവല്ലൂന അതിന്റെ നൂന് ഹദ്ഫ് ചെയ്യപ്പെട്ടതാണ്. കാരണം ജസ്മ്
ചെയ്യപ്പെടുന്നത് കൊണ്ട്. വല്ല അല്ലെങ്കിൽ വല യലി എന്ന അസ്ലിയായ ഫിഅലിൽ നിന്ന് ഉണ്ടാകുന്ന വല്ല യുവല്ലി, അതിൽ നിന്നാണ് യുവല്ലൂന ഉണ്ടാകുന്നത്. യുവല്ലൂന, തുവല്ലൂന. ആ തുവല്ലൂന അതാണ് ഇവിടെ തുവല്ലു എന്നായി മാറുന്നത്. കാരണം തുവല്ലു എന്ന് പറയുമ്പോൾ അത് മജ്സൂമാണ്. ഫിഅൽ മുളാരി മജ്സൂമാണ്. ഫസമ്മ വജ്ഹുല്ലാഹ് എന്നത് ഫിഅൽ മുളാരി ഫിഅലു ഷർത്ത് മജ്സൂമാണ്. നൂനിനെ ഹദ്ഫ് ചെയ്തുകൊണ്ട്, ഹദ്ഫുൻ നൂൻ. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു ഫഅയ്നമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. ഇവിടെ വരുന്ന ഫ ഷർത്തിന് ഇവിടെ ഐനമ എന്ന ഇസ്മു ഷർത്ത് അതിനുള്ള ജവാബ്, അതിന്റെ റാബിത്തായിട്ടാണ് വരുന്നത്. റാബിത്തുൻ ലി ജവാബി ഷർത്ത്, അവിടെ ഖുർആൻ ടൈപ്പ് ചെയ്തിട്ടുള്ള റാബിത്തുൻ ലി ജവാബി ഷർത്ത്. ഫസമ്മ, സമ്മ എന്നത് പിന്നെ അവിടെ എന്നാണ്. സമ്മ അവിടെ, അത് സമ്മ വർഫ് മക്കാനാണ്. വർഫ് മക്കാൻ مبني على الفتح في محل نصب. لا നസ്ബിന്റെ സ്ഥാനത്താണ്, കാരണം ظرف മക്കാനാണ്. ഫസമ്മ എന്നതാണ്. ഫസമ്മ വജ്ഹുല്ലാഹി, ഫസമ്മ വജ്ഹുല്ലാഹി. വജ്ഹുൻ മുഖം, വജ്ഹുല്ലാഹി അല്ലാഹുവിന്റെ മുഖം. വജ്ഹ് ഇവിടെ മുളാഫ്, വജ്ഹു അല്ലാഹി എന്ന് പറയുമ്പോൾ അത് മുളാഫ് ഇലൈഹി.
അതെ, വജ്ഹ്, വജ്ഹുൻ എന്നത് മുദാഫാണ്. വജ്ഹ് ഇവിടെ വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു. അപ്പോ അല്ലാഹി എന്നത് ഇസ്മുൽ ജലാല മുളാഫ് ഇലൈഹി മജ്റൂർ. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ് ഇന്നല്ലാഹ വാസിഉൻ അലീം. ഇന്ന എല്ലാവർക്കും അറിയാം. ഇന്ന എന്താണ്? ഹർഫ് തൗക്കീദാണ് അല്ലേ? ونصب. إن حرف توكيد ونصب. إن الله اسم الجلالة، اسم الجلالة اسم إن، لا اسم إن منصوبا. അതുകൊണ്ടാണ് അല്ലാഹ എന്നായത്. ഇന്നല്ലാഹ, ഇന്നക്ക് ശേഷം വരുന്ന ഇസ്മ മൻസൂബായിരിക്കും. അതുകൊണ്ട് അല്ലാഹ എന്നത് ഇന്നല്ലാഹ വാസിഉൻ അലീം. വാസിഉൻ അത് ഇന്നയുടെ ഖബർ. വാസിഉൻ വിശാലനാണ്. ഖബർ ഇന്ന മർഫൂഅ. ഇന്നയുടെ ഖബറാണ്, അത് മർഫൂഅ. അലീമുൻ സർവജ്ഞനായ. അലീമുൻ സർവജ്ഞൻ. ഇവിടെ അതും ഇന്നയുടെ മറ്റൊരു ഖബറാണ്. അപ്പോ ഖബറു ഖബർ ഇന്ന സാനി മർഫൂഅ. ഇന്നയുടെ രണ്ടാമത്തെ ഖബർ. ഇന്നല്ലാഹ വാസിഉൻ ഇന്നല്ലാഹ അലീമുൻ. ഇന്നല്ലാഹ വാസിഉൻ ഇന്നല്ലാഹ അലീം. അപ്പോ നിശ്ചയമായും അള്ളാഹു വിശാലനാണ്, സർവജ്ഞനാണ്. അവിടെ വാവ് കൊണ്ട് അത്ഫ് ചെയ്തിട്ടില്ല. ഇന്നല്ലാഹ വാസിഉൻ വ അലീമുൻ എന്നല്ല, ഇന്നല്ലാഹ വാസിഉൻ അലീമുൻ. ഈ ആയത്തില് ഇൻഷാ അല്ലാഹ് എന്താണ് ഈ ആയത്ത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. അതായത് കിഴക്ക് പടിഞ്ഞാറ് സ്ഥാനങ്ങൾ, ഉദയസ്ഥാനം അസ്തമയസ്ഥാനം ഒക്കെ അള്ളാഹുവിൻ്റെതാണ്. അപ്പൊ ദിക്കുകൾ എവിടെ എന്നത് അല്ല. ഫൈനമാത്ത് വല്ലു ഫതമോ, നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അള്ളാഹുവിന്റെ മുഖം അവിടെ ഉണ്ടായിരിക്കും. കാരണം ഇന്നല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലനാണ്, സർവജ്ഞനാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുതിയ ഞാൻ അമാനിമൗലയുടെ തഫ്സീർ തന്നെ അങ്ങോട്ട് വായിക്കാം. ഉദയാസ്തമന സ്ഥാനങ്ങൾ അഥവാ കിഴക്കും പടിഞ്ഞാറും എല്ലാം അള്ളാഹുവിനാകുന്നു. അതെ, എല്ലാ ഭാഗവും അള്ളാഹുവിന്റെ ഉടമയും അവന്റെ അറിവിലും നിയന്ത്രണത്തിലുമാകുന്നു. ഏതെങ്കിലും ഭാഗവുമായോ പ്രദേശവുമായോ അവന് പ്രത്യേക അടുപ്പവും ബന്ധവുമില്ല. അതിനാൽ അവന് ചെയ്യുന്ന ആരാധനാകർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും ഇന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടായെങ്കിലേ അവന്റെ ആഭിമുഖ്യവും ശ്രദ്ധയും അതിലുണ്ടാവുകയുള്ളൂ എന്നില്ല. അവൻ ഏതെങ്കിലും സ്ഥലത്തോ ഭാഗത്തോ പരിമിതമായുള്ളവനല്ല, വിശാലനും സർവജ്ഞനുമാകുന്നു. എങ്ങോട്ട് തിരിഞ്ഞു ചെയ്യുന്ന കർമ്മവും അവന്റെ അറിവിലും ശ്രദ്ധയിലും ഉൾപ്പെടും എന്ന് സാരം. ഒരു പ്രത്യേക ഭാഗം ഖിബലയാക്കി നിശ്ചയിക്കപ്പെടുന്നത് അള്ളാഹു ആ ഭാഗത്തായതുകൊണ്ടോ ആ ഭാഗത്തോട് അവന് പ്രത്യേക ബന്ധമുള്ളത് കൊണ്ടോ അല്ല.
സമുദായത്തിന്റെ ഏകീകരണം, സൗകര്യം തുടങ്ങിയ പല ലക്ഷ്യങ്ങളെയും ഉന്നമാക്കിക്കൊണ്ടാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ജീവിതകാലത്ത് ഖുറൈശികളുടെ പതിവനുസരിച്ച് കഅബയെ ഖിബ്ലയായി സ്വീകരിച്ചിരുന്നു. മദീനയിൽ വന്ന ശേഷം യഹൂദികളുടെ ഖിബ്ലയായിരുന്ന ബൈത്തുൽ മുഖദ്ദസ് തിരുമേനിയും ഖിബ്ലയായി സ്വീകരിച്ചു വന്നു. 16-17 മാസങ്ങൾക്ക് ശേഷം താഴെ വചനങ്ങളിൽ കാണുന്ന പ്രകാരം വീണ്ടും കഅബയിലേക്ക് തന്നെ തിരിഞ്ഞുകൊള്ളുവാൻ കൽപ്പിക്കപ്പെട്ടു. ഈ മാറ്റങ്ങളെക്കുറിച്ച് യഹൂദികൾ പലതും പറഞ്ഞു പരത്തുകയും മുസ്ലിങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാൻ അവർ അതൊരായുധമാക്കുകയും ചെയ്തു. ബൈത്തുൽ മുഖദ്ദസിനെ ഖിബ്ലയാക്കിയതിനെപ്പറ്റി അറബികളിലും പിറുപിറുപ്പുണ്ടായിരുന്നു. ഇതിനെല്ലാം ഒരു മറുപടിയായിക്കൊണ്ടുള്ളതാണ് ഈ വചനം. ഫഅൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം നിങ്ങൾ തിരിയുന്ന ഭാഗത്തായിരിക്കും അവന്റെ മുഖം സ്ഥിതി ചെയ്യുന്നതെന്നോ അവൻ എല്ലാ ഇടത്തിലും സ്ഥിതി ചെയ്യുന്ന സർവ്വവ്യാപിയാണെന്നോ അല്ല. ഈ സങ്കല്പം അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലും സൃഷ്ടികളെ കണക്കാക്കുന്ന മാനദണ്ഡം വെച്ച് അവനെ കണക്കാക്കലുമാകുന്നു. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അവനെപ്പോലെ ഒരു വസ്തുവുമില്ല, അവനത്രേ എല്ലാം കേട്ടും കണ്ടും അറിയുന്നവൻ. അവനില്ലാതെ ഒരു സ്ഥലവും ഒഴിവായിരിക്കുകയില്ല. ലാ യഖ്ലൂ മിൻഹു മകാനുൻ എന്ന് ചിലർ പ്രസ്താവിച്ച് കാണുന്നതിനെപ്പറ്റി ഇബ്നു കസീർ പറയുകയാണ്. അള്ളാഹുവിന്റെ അറിവ് എല്ലാ ഇടത്തും ഉണ്ടെന്ന അർത്ഥത്തിലാണത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ശരിയാണ്. അവന്റെ അറിവ് അഖിലത്തെയും വലയം ചെയ്തിരിക്കുന്നതാണ്. ഇനി അള്ളാഹുവിന്റെ സത്ത അവന്റെ സൃഷ്ടികളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് ശരിയല്ല. തആലല്ലാഹു അൻ ദാലിക ഉലുവൻ കബീറ. അള്ളാഹു അതിൽ നിന്നെല്ലാം വളരെ ഉന്നതനാകുന്നു. വാസ്തവത്തിൽ ആ വാക്യത്തിന്റെ താല്പര്യം മനസ്സിലാക്കുവാൻ ബുദ്ധിയുള്ളവർക്ക് അതിന്റെ തൊട്ടവാചകം തന്നെ ശ്രദ്ധിച്ചാൽ മതിയാകും. അതെ, അള്ളാഹു വിശാലനും സർവജ്ഞനുമാകുന്നു. ഇന്നല്ലാഹു വാസിഉൻ അലീം എന്ന അവസാന വാക്യം. അള്ളാഹുവിന്റെ മുഖം, വജ്ഹുല്ലാഹി, അള്ളാഹുവിന്റെ കൈ, യദുല്ലാഹി എന്നൊക്കെ ഖുർആനിലോ ഹദീസിലോ പ്രയോഗിച്ച് കാണുമ്പോൾ അതിനൊന്നും സ്വന്തം വകയായി വ്യാഖ്യാനങ്ങൾ നൽകാതെ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ രൂപം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്ന് പറയലാണ് മുൻഗാമികളായ സലഫുകളായ മഹാന്മാരുടെ പതിവ്. അവരതിൽ വിശ്വസിക്കുകയും യഥാർത്ഥം അള്ളാഹുവിന് അറിയാമെന്ന് വിട്ടേക്കുകയും ചെയ്യും. പിൻഗാമികളിൽ പലരും സന്ദർഭത്തിനൊത്ത് അവക്ക് ചില വ്യാഖ്യാനം നൽകുകയാണ് പതിവ്. രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം അള്ളാഹുവിന് സൃഷ്ടികളോട് വല്ല വിധത്തിലും സാമ്യത തോന്നിക്കുന്ന അർത്ഥം ആ വാക്കുകൾക്ക് കൽപ്പിക്കാതിരിക്കുക എന്നുള്ളതത്രേ. കൂടുതൽ സുരക്ഷിതമായ മാർഗം മുൻഗാമികളുടേതാണ് താനും. ബാഹ്യാർത്ഥം നോക്കുമ്പോൾ സൃഷ്ടി ഗുണങ്ങളോട് സാമ്യത തോന്നിക്കുന്ന ഇത്തരം വാക്കുകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ വചനങ്ങളുടെയും നബി വചനങ്ങളുടെയും ശൈലിയും സന്ദർഭവും പരിശോധിച്ചാൽ തന്നെ ഒരു പക്ഷേ വാക്ക് രൂപത്തിൽ നിർവചിക്കുവാൻ വിഷമമുണ്ടാകുമെങ്കിൽ പോലും അവയുടെ സാരം ഇന്നതാണെന്ന് ഏറെക്കുറെ ഓരോരുത്തർക്കും അവരവരുടെ സ്ഥിതിക്കനുസരിച്ച് മനസ്സിലാക്കാവുന്നതുമായിരിക്കും. വമിനല്ലാഹി തൗഫീഖ്. അപ്പൊ ഇവിടെ ഈ ആയത്ത് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റേതാണ് ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവുമൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് വേണ്ടി പ്രത്യേകമായി പറയുമ്പോൾ നമസ്കാരത്തിന് വേണ്ടി ഒരു പ്രത്യേക ദിശ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോ മക്കയിലായിരുന്ന സന്ദർഭത്തിൽ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നു. മദീനയിലെത്തിയപ്പോൾ അത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിംകളായ ആളുകളെ അവരുടെ ആരാധനാ കർമ്മങ്ങൾക്ക് ഒരു ഏകീകരണം ഉണ്ടാവണം. പലരും പല ഭാഗത്തേക്ക് തിരിഞ്ഞല്ല നമസ്കരിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് ഒരു ഭാഗത്തേക്കാവട്ടെ എന്നുള്ള ഒരു ഉദ്ദേശമാണ് അതിന്റെ പിന്നിലുള്ളത്. സ്വാഭാവികമായും ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്ന മുസ്ലിങ്ങൾ മദീനയിൽ അവർക്ക് പിന്നീട് ശേഷം വരുന്ന സൂറത്തുൽ ബഖറയിലെ തന്നെ ആയത്തുകൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി എന്ന് തുടങ്ങുന്ന ആയത്തുകളിൽ ഈ ഖിബ്ലയുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. മനുഷ്യരിൽ നിന്നുള്ള ചില ആളുകൾ, ചില വിഡ്ഢികളായിട്ടുള്ള ആളുകൾ അവർ പറയും, ഇവർ ഇതേവരെ യാതൊരു ഖിബ്ലയിൽ നിലകൊള്ളുന്നവരായിരുന്നുവോ അതിൽ നിന്ന് അവരെ തിരിച്ചുവിട്ടത് എന്താണ്
അപ്പോൾ അവരോട് പറയാൻ പറഞ്ഞത് ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, പറയുക അള്ളാഹുവിൻ്റെതാണ് ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവും. യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേരെയുള്ള പാതയിലേക്ക് വഴി ചേർക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഈ ഖിബില മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങളുടെ ഖിബില മാറി, ആ ഖിബില മാറിയ സന്ദർഭത്തിൽ അവർക്ക് മുസ്ലിങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ചില പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇവർക്ക് കുറെ കാലം ഒരു ഖിബില, പിന്നെ മറ്റൊരു ഖിബില, ഇവർക്ക് സ്ഥിരതയില്ല എന്ന് തുടങ്ങിയിട്ടുള്ള ചില വർത്തമാനങ്ങൾ അത് വിഡിത്തമാകുന്നു എന്നാണ്. യഖൂലു സുഫഹാഉ, ചില വിഡ്ഢികളായ ആളുകൾ പറയുന്നു എന്നാണ് ഖുർആൻ അവിടെ എടുത്ത് പ്രയോഗിച്ചത്. അപ്പൊ അത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ, നബിയെ നിന്റെ മുഖം ആകാശത്തിൽ നോട്ടമിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ, അതിനാൽ നീ തൃപ്തിപ്പെടുന്നതായ ഒരു ഖിബിലയിലേക്ക് നാം നിന്നെ നിശ്ചയമായും തിരിച്ചു തരാം. എന്നിട്ടാണ് പറഞ്ഞത് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ഇനി നിന്റെ മുഖത്തെ മസ്ജിദുൽ ഹറാമിലേക്ക് നിന്റെ നേർക്ക് നീ തിരിച്ചു കൊള്ളുക. വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റ, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മുഖങ്ങളെ അതിന്റെ നേർക്ക് തിരിച്ചു കൊള്ളുവിൻ. അപ്പോ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് പിന്നീട് ഖിബിലമാറ്റം ഉണ്ടാകുന്നത്. അതുവരെ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്ന ആളുകൾ വളരെ പെട്ടെന്ന് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് പോലെ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാനുണ്ടായി. അപ്പൊ ആ സന്ദർഭത്തിൽ അവിടെയുള്ള യഹൂദികളൊക്കെ വിമർശനങ്ങളുമായി കടന്നു വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ഈ നമ്മളൊരു ഭാഗത്തേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗത്തായതുകൊണ്ടല്ല, അതും ആരാധനകളുടെ ഏകീകരണത്തിനും മറ്റുമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഖിബ്ല സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗത്താണ് എന്നല്ല. ഫൈനമാ തുവല്ലു, നിങ്ങൾ എവിടെ തിരിഞ്ഞാലും ഫസമ്മ വജ്ഹുല്ലാഹ്, അള്ളാഹുവിന്റെ മുഖം അവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു എല്ലാ ഭാഗത്തും കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും അങ്ങനെ പിന്നെ എല്ലാ ഭാഗങ്ങളിലും അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളിലും അള്ളാഹു ഉണ്ട് എന്ന അർത്ഥത്തിലല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൽ ആണ്. ആ അർശാകട്ടെ ആകാശത്തുമാകുന്നു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് അർശിൽ, ഏഴാം ആകാശത്ത് അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നത് നമ്മളെല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഫൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, അള്ളാഹു നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അള്ളാഹുവിന്റെ മുഖം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സിഫാത്തുകൾ കൊണ്ട്, അവന്റെ സിഫാത്തുകൾ അതെല്ലായിടങ്ങളിലും ഉണ്ട് എന്ന അർത്ഥത്തിലാകുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം കാണുന്നവനാകുന്നു. അള്ളാഹു അവന്റെ എല്ലാം കാണുക എന്ന അവന്റെ സിഫത്ത്, ആ സിഫത്ത് വഴി, ആ സിഫത്തുകളിലൂടെയാണ്, ആ സിഫത്തുകൾ യഥാർത്ഥത്തിൽ എല്ലായിടങ്ങളിലും ഉണ്ട് എന്ന അർത്ഥത്തിലാകുന്നു. അതാണ് മഹാനായ ഇബ്നു കസീർ ഇവിടെ നൽകിയത്. അള്ളാഹുവിന്റെ അറിവ് എല്ലായിടത്തും ഉണ്ടെന്ന അർത്ഥത്തിലാണത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ശരിയാണ്. അപ്പൊ അള്ളാഹു എല്ലാം അറിവുള്ളവനാകുന്നു. അപ്പോ പിന്നെ അള്ളാഹുവിന്റെ മുഖം, നിങ്ങൾ തിരിയുന്നിടങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ മുഖമുണ്ട് എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിന്റെ അറിവ് അവിടങ്ങളിലൊക്കെ ഉണ്ട് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് ശരിയാണ്. അവന്റെ അറിവ് അഖിലത്തെയും വലയം ചെയ്തിരിക്കുന്നതാണ്. ഇനി അള്ളാഹുവിന്റെ സത്ത അവന്റെ സൃഷ്ടികളിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് ശരിയല്ല. അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ സത്ത തന്നെ എല്ലായിടങ്ങളിലും ഉണ്ട് എന്ന അർത്ഥത്തിലല്ല, അള്ളാഹു സർവ്വവ്യാപിയാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഈ നേരത്തെ വിശദീകരിക്കപ്പെട്ടതുപോലെ അള്ളാഹുവിന്റെ അറിവ് എല്ലായിടത്തും ഉണ്ടെന്ന അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് ശരിയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തെക്കോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുക എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ അള്ളാഹുവിന് ആത്മാർത്ഥതയുള്ളവരായി തീരുക.
നമസ്കാരത്തിലാവട്ടെ നമ്മൾ ഖിബിലക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഖിബില അറിയാതെ ഒരു ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞ് നമസ്കരിച്ചു, ഖിബില അറിയില്ല, പെട്ടെന്നൊരു ഭാഗത്ത് തിരിഞ്ഞ് നമസ്കരിച്ചു. അങ്ങനെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കത് ഖിബില തെറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും പ്രവൃത്തി മാതൃക അനുസരിച്ച് ആ നമസ്കാരം രണ്ടാമത് മടക്കി നമസ്കരിക്കേണ്ടതില്ല എന്നതാണ്. അതുകൊണ്ട് ഖിബിലക്ക് അഭിമുഖമായി നമസ്കരിക്കുക എന്നത് നമസ്കാരം ശരിയാവേണ്ടുന്ന ഷർത്തിൽപ്പെട്ടതാണെങ്കിൽ പോലും നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം അതങ്ങനെ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അറിയാതെ മനഃപൂർവ്വമല്ലാതെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമസ്കാരം അടക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാകുന്നു. അതായത് നിങ്ങൾ തിരിയുന്ന ഭാഗത്ത് അള്ളാഹു ഉണ്ട് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു ഖിബലയായി നിശ്ചയിച്ചു തന്നിട്ടുള്ള ഭാഗത്തേക്ക് നിങ്ങൾ തിരിഞ്ഞ് നമസ്കരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എല്ലാം അറിയുന്നവനാകുന്നു. അല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു എല്ലാം അറിയുന്നവനും അള്ളാഹു വിശാലനുമാകുന്നു. അപ്പോ നിങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന ആളുകൾ വിചാരിക്കേണ്ട ആ കഅബയുടെ ഭാഗത്ത് തിരിഞ്ഞെങ്കിൽ മാത്രമേ അള്ളാഹു നമ്മൾ കാണുള്ളൂ എന്നല്ല. അത് അങ്ങനെ മനസ്സിലാക്കരുത്. ഇന്നല്ലാഹ വാസിഉൻ അലീമുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലനും അതോടൊപ്പം സർവജ്ഞനുമാകുന്നു, എല്ലാം അറിയുന്നവനുമാകുന്നു എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തുവാനും അതുവഴി യഥാർത്ഥ വിശ്വാസികളായി തീരുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങളും പോരായ്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തീരുമാറാവട്ടെ. അള്ളാഹുവിന്റെ യഥാർത്ഥ ഗുണവിശേഷണങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ആ ഗുണവിശേഷണങ്ങൾ ഓരോന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാൻ വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം അള്ളാഹുവിനെ ഭയപ്പെടുവാനുമുള്ള ഒരു കാര്യമായി അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ